പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഡൽഹിയിലെ പ്രോട്ടോകോൾ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു അച്ചടക്ക നടപടി, അതായത് അവരെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അടിയന്തരമായ അന്വേഷണം വരും, അതിനുശേഷമായിരിക്കും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള വകുപ്പ് തല നടപടികളിലേക്ക് കാര്യങ്ങൾ പോകുക എന്നാണ് നിലവിൽ വരുന്ന സൂചനകൾ. പിണറായി വിജയനെ വിമാനത്താവളത്തിൽ വലച്ചത് ഗുരുതരമായ ഒരു വീഴ്ച എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. കുറ്റക്കാരെ ശിക്ഷിക്കാൻ UDF സർക്കാർ ഒരു നീക്കം ഇപ്പോൾ നടത്തുകയാണ്. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ ഡൽഹിയിൽ നിന്നുള്ള വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ കേരള ഹൌസിലെ പ്രോട്ടോകോൾ വിഭാഗത്തിന് ഒരു ഏകോപനം ഇല്ലാതെ പോയി എന്നാണ് വി ഡി സതീശൻ ഇപ്പോൾ പറയുന്നത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ ഇന്നലെ തന്നെ അടിയന്തരമായ ഒരു വിശദീകരണം തേടിയിരുന്നു. പ്രാഥമികമായ പരിശോധനയിൽ പ്രോട്ടോകോൾ വിഭാഗത്തിന് ഗുരുതരമായ ഒരു ഏകോപന പിഴവ് സംഭവിച്ചതായി ബോധ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് അവർക്കെതിരെ ഇപ്പോൾ നടപടിക്കായി ഇപ്പോൾ വി ഡി സതീശൻ സർക്കാർ നീങ്ങുന്നത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടുമെന്നാണ് സൂചന. ഡൽഹി വിമാനത്താവളത്തിൽ കൃത്യസമയത്ത് എത്തിയിട്ടും മണിക്കൂറോളം പ്രതിപക്ഷ നേതാവിനെ കാത്തിരിക്കേണ്ടി വന്ന സംഭവം അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ വലിയ ഒരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2:50 വിമാനത്തിൽ കോഴിക്കോടേക്ക് പോകേണ്ടതായിരുന്നു പിണറായി വിജയന്. എന്നാൽ പിണറായി വിജയൻ വിമാനത്താവളത്തിൽ എത്തിയെങ്കിലും വിമാനത്തിൽ കയറാൻ സാധിക്കാതെ വരികയായിരുന്നു. VIP ലോഞ്ചിൽ ഇരുന്ന അദ്ദേഹത്തെ സ്വീകരിക്കാൻ വിമാന കമ്പനി അധികൃതർ എത്താതിരുന്നതാണ് ആശയക്കുഴപ്പത്തിന് കാരണമായതെന്നാണ് നിലവിൽ ലഭിക്കുന്ന ഒരു ഔദ്യോഗികമായ വിശദീകരണം. ഇതിനെ ഗൗരവത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ എടുത്തിട്ടുണ്ട്. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയുണ്ടാകും. ഒരു മുൻ മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് പദവിയുള്ള പ്രതിപക്ഷ നേതാവുമായ വ്യക്തി യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട മിനിമം പ്രോട്ടോകോൾ പോലും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന ആക്ഷേപമാണ് ഇവിടെ ഉയരുന്നത്. വിമാന കമ്പനിയുമായി മുൻകൂട്ടി ബന്ധപ്പെട്ട ബോർഡിംഗ് നടപടികൾ ക്രമീകരിക്കേണ്ടത് കേരള ഹൌസിലെ പ്രോട്ടോകോൾ വിഭാഗത്തിന്റെ ഉത്തരവാദിത്തമാണ്. പ്രതിപക്ഷ നേതാവിനെ യാത്രയയക്കാൻ കേരള ഹൌസിലെ ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നുവെങ്കിലും കൗണ്ടറുകളിലെ ഏകോപനത്തിൽ ഇവരെ പരാജയപ്പെട്ടുവെന്നാണ് നിലവിലത്തെ വിലയിരുത്തൽ. യാത്ര മുടങ്ങിയതിനെ തുടർന്ന് വിമാനത്താവളത്തിൽ മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്ന പിണറായി വിജയൻ പിന്നീട് രാത്രി 7:10 മറ്റൊരു വിമാനത്താവളത്തിൽ കോഴിക്കോടേക്ക് യാത്ര തിരിച്ചത്. CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിൽ നടന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാനാണ് വ്യാഴാഴ്ച അദ്ദേഹം ഡൽഹിയിലെത്തിയത്. യോഗത്തിന് ശേഷം ഇന്നലെ മടങ്ങാനിരിക്കെയാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ഈ ദുരനുഭവം ഉണ്ടായത്. അധികാര കസേര ഒഴിഞ്ഞതോടെ മുൻ മുഖ്യമന്ത്രിയോട് ഉദ്യോഗസ്ഥ ഭരണകൂടം കാണിക്കുന്ന അവഗണനയാണ് ഇതെന്ന തരത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ പ്രതിഷേധമാണ് CPM അടക്കം ഉയർത്തിയത്. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ മത്സരിച്ചിരുന്ന പ്രോട്ടോകോൾ വിഭാഗം പദവി ഒഴിഞ്ഞപ്പോൾ ഇത്രയും ഗുരുതരമായ വീഴ്ച വരുത്തിയത് യാദൃശ്ചികമായി കാണാൻ കഴിയില്ല എന്ന വിമർശനമാണ് CPM ഉയർത്തുന്നത്. ഉത്തരവാദിത്തങ്ങളായ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് മനഃപൂർവ്വമായ വീഴ്ചയുണ്ടായോ എന്ന് അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന പദവി ഭരണഘടനാപരമായി ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ്. അങ്ങനെയുള്ള ഒരു ജനാധിപത്യത്തിനിടെ യാത്രയെക്കുറിച്ച് വിമാന കമ്പനിയായ ഇൻഡിഗോയ്ക്ക് ഔദ്യോഗികമായ മുൻകൂട്ടി ഒരു അറിയിപ്പ് നൽകാൻ അധികൃതർ മറന്നത് അതീവ ഗൗരവത്തോടെയാണ് ഉദ്യോഗസ്ഥർ കാണുന്നത്. വിമാനത്താവളത്തിൽ ഉച്ചാഭീഷണി സംവിധാനത്തിലൂടെയുള്ള അനൗൺസ്മെന്റുകൾ അത് VIP ലോഞ്ചിൽ കൃത്യമായി ലഭിക്കാതിരുന്നിട്ടും പ്രോട്ടോകോൾ ഓഫീസർമാർ ഉയർന്നു പ്രവർത്തിച്ചില്ല എന്നതാണ് വീഴ്ചയുടെ ആഴം അളക്കുന്നത്. സമൂഹത്തിൽ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു മുതിർന്ന നേതാവിനെ വിമാനത്താവളത്തിൽ കാത്തു നിർത്തി അപമാനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച ഉദ്യോഗസ്ഥരെ വെറുതെ വിടരുത് എന്ന ആവശ്യമാണ് ഇപ്പോൾ CPM അടക്കമുള്ളവർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും ഒരു ജനനേതാവിനോട് കാണിക്കേണ്ട മര്യാദ പ്രോട്ടോകോൾ വിഭാഗം മറന്നു എന്നതാണ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് വി ഡി സതീശൻ സർക്കാർ ഇപ്പോൾ എത്തുന്നത്. അധികാരത്തിന്റെ തണലിൽ ഇത്തരം വീഴ്ചകൾ വരുത്തുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നത് വരും കാലയളവിൽ ഒരു മോശ കീഴ്വഴക്കങ്ങൾക്ക് കാരണമാകുമെന്നും ഇരിക്കുന്ന കസേരകളല്ല മറിച്ച് ജനാധിപത്യ സംവിധാനങ്ങൾ നൽകുന്ന പദവികളാണ് ബഹുമാനിക്കേണ്ടതെന്ന തത്വം ഉദ്യോഗസ്ഥർ ഓർക്കണമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുകയാണ്. കേരള ഹൌസിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിഞ്ഞ് കൃത്യസമയത്ത് ഇറങ്ങിയ പ്രതിപക്ഷ നേതാവിന് നിശ്ചിത സമയത്ത് ബോർഡിംഗ് പാസ് ലഭ്യമാക്കുന്നതിൽ പോലും ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായെന്നാണ് പറയുന്നത്. സംഭവിച്ച അനാസ്ഥയെക്കുറിച്ച് പിണറായി വിജയൻ ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും പാർട്ടി തലത്തിലും ഭരണതലത്തിലും ഈ വിഷയം ഗൗരവമായാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാവുന്നത്. സംഭവത്തിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ നിലവിലെ ഭരണകൂടം തയ്യാറാകണമെന്നും തെറ്റുകാരെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടായാൽ അത് ജനാധിപത്യ വിശ്വാസികൾക്ക് ഭരണ സംവിധാനത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്നാണ് CPM പറയുന്നത്. ഉദ്യോഗസ്ഥർ തങ്ങളുടെ പരിധി ലംഘിക്കുന്നുണ്ടോ എന്നും വ്യക്തിപരമായ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ ഔദ്യോഗിക പദവികളിൽ തീർക്കുന്നുണ്ടോ എന്നും കർശനമായി പരിശോധിക്കണമെന്ന് CPM നേതാക്കൾ പറയുകയാണ്.